കോട്ടയം ജില്ലയിൽ അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട രണ്ട് പ്രദേശങ്ങളായിരുന്നു. ഒന്ന് കുമരകം ഇല്ലിക്കൽ, രണ്ട് ആർപ്പൂക്കര പഞ്ചായത്തിലെ കരിപ്പ. ആർപ്പൂക്കര പഞ്ചായത്തിലെ കരിപ്പയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ വെള്ളം ഇറങ്ങുന്നത് വളരെ സാവധാനമാണ്. വീടുകൾ ഭാഗികമായി മുഴുവനായി മുങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്നുള്ളതാണ്. വെള്ളത്തിൽ മാറ്റമുണ്ട്, ജലനിരപ്പ് താഴുന്നുണ്ട്, പക്ഷേ വളരെ സാവധാനമാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. കാലാവസ്ഥ മാറി നിന്നാൽ ഇനിയുള്ള മണിക്കൂറുകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കൊക്കെ ഉള്ളത്. പടിഞ്ഞാറൻ മേഖല ഇപ്പോൾ വെള്ളത്തിൽ തന്നെയാണ്. ആർപ്പൂക്കര പഞ്ചായത്തിലെ 70% മുകളിൽ പ്രദേശങ്ങളും വെള്ളത്തിൽ തന്നെ. കുമരകം ഇല്ലിക്കൽ പ്രദേശങ്ങളിലും സമാനമായ സാഹചര്യമാണ്. പുത്തേട്ട് നട്ടാശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് കിഴക്കൻ മേഖലയിൽ നിന്ന് പാലാ ഈരാറ്റുപേട്ട മേഖലയിൽ നിന്ന് വെള്ളം പൂർണ്ണമായും ഇറങ്ങുന്നു. ഇങ്ങനെ ഇറങ്ങുന്ന വെള്ളം കിഴക്കൻ മേഖലയിൽ നിന്നും പടിഞ്ഞാറോട്ട് എത്തി പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉയർന്ന് ജലനിരപ്പ് ഉയർന്ന് പിന്നീട് വേമ്പനാട്ട് കായലിലേക്ക് പോവുകയാണ് മുൻ വർഷങ്ങളിലെ പതിവ്. പക്ഷേ ഇത്തവണ ഇങ്ങനെ വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് പോകുന്നതിന് താമസമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പടിഞ്ഞാറൻ മേഖല ആർപ്പൂക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ, താഴ്ത്തങ്ങാടി തുടങ്ങിയ മേഖല, പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ തന്നെ തുടരുന്നതിനുള്ള ഒരു സാഹചര്യമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എങ്ങനെയുണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ടോ? വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ 4 ഇഞ്ചോളം ഇന്നലെ രാത്രി കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊരാശ്വാസകരമായ ഒരു പുരോഗതിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്രയാണ് ആർപ്പൂക്കരയിൽ പ്രവർത്തിക്കുന്നത്? മുഴുവൻ ആളുകളെ മാറ്റിയിട്ടുണ്ടോ? ആർപ്പൂക്കരയിൽ ഇപ്പം 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പം ഒരു ക്യാമ്പ് കൂടി ഇന്ന് തന്നെ തുടങ്ങുമായിരിക്കും. കരിപ്പയാണ് അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് മുഴുവൻ ആളുകളെയും മാറ്റി സുരക്ഷിതരാണോ? ബന്ധുവീടുകളിലേക്കൊക്കെ കുറേ ആളുകൾ പോകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും ഇവിടുന്ന് ഞങ്ങൾ മാറ്റി. റെസ്ക്യൂ ടീമും ഫയർഫോഴ്സും എല്ലാവരും അതുപോലെ തന്നെയുള്ള വളരെ സഹായം ചെയ്തു. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഇവിടുന്ന് മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ജില്ലയിലെ ഒരു താഴ്ന്ന പ്രദേശമാണ്. മുൻവർഷത്തെ അനുഭവത്തിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായാൽ എത്ര ദിവസം കൊണ്ട് ഒരു സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ? സർക്കാരിൻ്റെ ഒരു ഉദാസീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും ഒരു സംവിധാനത്തിൻ്റെയും കുഴപ്പം. അതായത് വേമ്പനാട്ട് കായലിലെ എക്കലടഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ ആ എക്കൽ അവിടെ നിന്ന് നീക്കം ചെയ്ത് തോടുകൾ ആഴം വർദ്ധിപ്പിച്ചാലേ ഉള്ളൂ പാലായിൽ നിന്ന് ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന വെള്ളം ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കിടക്കും. അത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അത്ര പെട്ടെന്ന് തീരില്ല. ഇതിൻ്റെ ദുരിതങ്ങൾ ഇനി ഇവിടെ കുറച്ചുകളിലൂടെയൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തോടുകൾ ആഴം വർദ്ധിപ്പിക്കുകയും ജലപ്രവാഹം ഇച്ചിലൂടെ കാര്യക്ഷമമാക്കുകയും ചെയ്യുക. മഴ ഓരോ വർഷം ഇങ്ങനെയാണ് വരുന്നതെന്നുള്ള പറയാൻ പറ്റുന്നില്ലല്ലോ. അതോടൊപ്പം തന്നെ ദുരിതം ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. വൃത്തിയാക്കണം, ക്ലീനിങ് ഉണ്ട്, മറ്റ് സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു വിട്ടുണ്ടല്ലേ? അത് തീർച്ചയായിട്ടും ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു. ഫ്രിഡ്ജൊക്കെ ഒത്തിരി പേരുടെ നഷ്ടപ്പെട്ടു. കുറേ പ്രാവശ്യമൊക്കെ പൊക്കി വെച്ചു. പിന്നെയും പൊക്കി വെക്കാൻ ഇനിയൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവരത് ഉപേക്ഷിച്ച് പോരുകയായിരുന്നു. ജീവനല്ല ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒരുപാട് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെല്ലാം TV ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും നഷ്ടപ്പെട്ടു. വലിയ നഷ്ടം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഉണ്ടല്ലേ? വെള്ളം ഇറങ്ങുന്നുണ്ടെന്നുള്ളൊരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം കാര്യമായിട്ട് ഇറങ്ങുന്നില്ല. ഒരു 4 ഇഞ്ച് മാത്രമേ വെള്ളം ഉണ്ടായിട്ടുള്ളെങ്കിൽ പോലും വെള്ളം കൂടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ. കാരണം ഈ ഉൾപ്രദേശങ്ങളിൽ പല വീടുകളിലും കുറച്ച് വെള്ളം കയറിയതോ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് അരയടിക്കൊക്കെ ഉള്ളിൽ വെള്ളം കയറാൻ നിൽക്കുന്ന വീടുകളിൽ പ്രായമായവരും രോഗികളും ഒക്കെ മറ്റു സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ പോകുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വെള്ളം കൂടുമായിരുന്നെങ്കിൽ ഇവരെയൊക്കെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സമൂഹപരമായ ഒരു പ്രശ്നമായി പോയേനായിരുന്നു. കാരണം ഈ പ്രദേശത്ത് നേരത്തെയൊക്കെ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് സൗകര്യങ്ങൾ എല്ലായിടത്തും ആയപ്പോഴത്തേക്കും വള്ളങ്ങൾ കുറവായതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എപ്പോഴും ഫയർഫോഴ്സിനെ പോലുള്ള സൗകര്യങ്ങൾ ആശ്രയിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊരു മാറ്റം വന്നു. വീടുകളിലൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സമീപ പ്രദേശത്ത് ചില വീടുകളിലൊക്കെ ആളുകളുണ്ട്. അത്തരത്തിൽ ഇവിടെ വീട്ടിൽ താമസം തുടരുന്ന ഒരാളാണ് നമ്മളിപ്പം ചേരുന്നത്. എന്താണ് അവസ്ഥ? വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്. 2018-ലാണ് ഇതുപോലൊരു വെള്ളം വന്നെന്നാണ് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരുന്നത്. 2018 വെള്ളം വന്നപ്പോഴത്തേക്കിനും എല്ലാവരും ഭയങ്കര രീതിയിലൊക്കെ ഇത്രയും വെള്ളം ഇത് മാക്സിമം വെള്ളമാണെന്നൊക്കെയാണ് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ 2018 വെള്ളം കഴിഞ്ഞും ഇപ്പോൾ 2026 വെള്ളമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെള്ളമെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നേക്കുന്നത്. അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തം അനുഭവിക്കുന്നത്. ഇപ്പോൾ പഞ്ഞിക്കാരൻ പറഞ്ഞ പോലെ, ആനന്ദേടൻ പറഞ്ഞ പോലെ ഇവിടെ ഈ ആറിലൊക്കെ ആഴം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ശരിക്കും ഉണ്ട്. ഇപ്പം വെള്ളം വരുമ്പോഴത്തേക്കിനും കര കവിഞ്ഞിങ്ങോട്ട് ഒഴുകി നമ്മുടെ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇതിപ്പം ആഴം കൂട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആറിൻ്റെയൊക്കെ ആഴം കൂട്ടാതെ നമുക്ക് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ.
അർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നേരത്തെയും നടന്നതാണ്. മീനച്ചിലാറിൻ്റെയും വേമ്പനാട്ട് കായലിലും എക്കൽ മണ്ണടിഞ്ഞ് അതിൻ്റെ വ്യാപ്തി കുറയുന്നു. അതുകൊണ്ടാണ് ഈ സമീപ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശമായ ആർപ്പുക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപകമായി വെള്ളം ഇരച്ചു കയറുന്നത് എന്നുള്ള പഠനം നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിന് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ വരുന്ന വർഷങ്ങളിലെങ്കിലും ഈ വലിയ മഴക്കെടുതി ഈ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒഴിവാക്കുകയുള്ളൂ, ഈ ദുരിതം അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. പ്രധാനമായി ഈ വെള്ളപ്പൊക്കം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠവും അതുതന്നെയാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ പഠനം, ഈ മീനച്ചിലാർ വേമ്പനാട് കായൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠനം, അത് ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. എന്തായാലും കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മഴക്കെടുതികൾ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ദിവസങ്ങൾ പിന്നിടും എന്നുള്ളതാണ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.